ഔലിയാക്കളുടെ കബർ കെട്ടിപ്പൊതിക്കരുത് എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹം അവരോടുള്ളത് കൊണ്ടാണ്. കാരണം അവരുടെ വഴികളിൽ ഇതൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തെല്ലാം അന്ധവിശ്വാസങ്ങളുണ്ട് നമുക്ക്. ദർഗയിൽ പോവുക, ഇപ്പൊ ചില ദർഗ ഉണ്ട് ഉത്തരേന്ത്യയിലൊക്കെ, ആ ദർഗയില് നമ്മളിങ്ങനെ മുന്നിട്ട് ചെല്ലും. മുന്നിട്ട് എന്നാ പിന്നെ നമ്മളിങ്ങനെ തിരിഞ്ഞു പോരൂല. അതായത് ചന്തി ദർഗക്ക് അഭിമുഖാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പോരൂല. അങ്ങോട്ട് ഇങ്ങനെയാ പോയതെങ്കിൽ പിന്നെ കുയ്യാന നടക്കണമായൊരു റിവേഴ്സിലാ പോരുക. എന്താ? ദർഗയിലെ ഔലിയാനോടുള്ള ദരവ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ അവിടെ ചെന്ന് ആ ദർഗയിലെ ആളെ വിളിച്ചു ദ്വേരക്കണ്ട. നിങ്ങൾ ആ റിവേഴ്സ് ഗിയറിൽ നടക്കണില്ലേ, അത് അയാൾക്കുള്ള ഇബാദത്താ. അത് അയാൾക്കുള്ള ഇബാദത്താ. നിങ്ങൾ ആ ദർഗേന്ന് ഇങ്ങനെ നടന്ന നിങ്ങൾ ബേക്കോട്ട് ഇങ്ങനെ നടന്നു പോരുന്നില്ലേ, ആ നടത്തം അയാൾക്കുള്ള ഇബാദത്താണ്. അതുവഴി നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ്. നിങ്ങൾക്കറിയോ, ആ നടത്തം ഇബാദത്താണ്. മനസ്സിലായോ? ഒരു ദർഗന്റെ മുമ്പിൽ വണ്ടി നിർത്തിയിട്ട് ആ ദർഗയിലെ പെട്ടിയിൽ നിങ്ങൾ പൈസ ഇടുന്നില്ലേ, ആ നോട്ട് പെട്ടിയില്, ആ പൈസ ഇടൽ അവർക്കുള്ള ഇബാദത്താണ്. നേരെ മറിച്ച് സുഹൃത്തുക്കളെ, വീട്ടിലെ പെട്ടിയിൽ ഒരാള് ആ തൊള്ളിനുള്ളിൽ കൂടെ പൈസ ഇട്ടാലോ, ആ ഇബാദത്തുമില്ല, ഒന്നുമില്ല. ഓന്റെ പണപ്പെട്ടിയിൽ പൈസ നിക്ഷേപിക്കല, ഒന്നുമില്ല, വെറും ഒരു കർമ്മം. ഓനോന്റെ ആവശ്യത്തിന് നിക്ഷേപിച്ചൊരു തുക. അതേ മനുഷ്യൻ അതേ 20 റുപ്യ കൊണ്ടുപോയിട്ട് ഒരു ദർഗന്റെ പെട്ടിയിലിടുന്നെങ്കിലോ, അതിന്റെ തൊട്ടടുത്ത പള്ളിയിലൊക്കെ പെട്ടി ഉണ്ടായിട്ടിടാതെ ആ ദർഗയിലെ പെട്ടിയിലിടുമ്പോ എന്റെ മനസ്സിലൊരു ഇബാദത്തുണ്ട്. ആ ഇബാദത്താണ് ആ ദർഗയിലെ പൈസടല് ഓനെ ശിർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇത് നല്ലവണ്ണം മനസ്സിലാക്കുക. പരിശുദ്ധ കാബയിൽ ഒരു ഉണ്ടിപ്പെട്ടിയില്ലല്ലോ, എരുമേലി പള്ളിയിൽ പെട്ടിയുണ്ട്. ടയർ വലിച്ചു കൊണ്ടുപോണേ ചങ്ങലയിൽ, അത്രയും വലിയ പെട്ടി. അവിടെ ഹൈന്ദവ സഹോദരങ്ങൾ വന്ന് പണം നിക്ഷേപിച്ചു പോകുന്ന സ്ഥലം. നേരെ മറിച്ച് പരിശുദ്ധ ഹറമിൽ ഉണ്ടിപ്പെട്ടിയുണ്ടോ? നിങ്ങൾ എന്നെ ആലോചിച്ചു, നിങ്ങളൊക്കെ ഉംറക്ക് പോയവരല്ലേ, ഹജ്ജിന് പോയവരല്ലേ, അവിടെ ഒരു പെട്ടി വെച്ചാലുള്ള അവസ്ഥ എത്ര കോടി ഉറുപ്പ്യ കിട്ടും. എന്തേ അവിടുത്തെ സെൽഫി ഭരണകൂടം അത് ചെയ്യാത്തത്? ഇസ്ലാമിലില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ സംഭാവന പള്ളിക്ക് സ്വീകരിക്കുന്ന ഇല്ല എന്നല്ലോ പറയുന്നത്. ദർഗയിൽ വെക്കണ പെട്ടിക്ക് വേറൊരു ഉദ്ദേശമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിപ്പള്ളിയിൽ പൈസ എറിയുമ്പോ എന്താ അറിയോ, കാത്തോളണേ എന്നുള്ളതാണ്. കുഞ്ഞിപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയ കാത്തോളണേ എന്നാണ് അതിന്റെ അർത്ഥം. സത്യല്ലേ? അല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആണ് സുഹൃത്തുക്കളെ, ആണ്. സദക്ക അപകടത്തെ തൊട്ട് തടയുമെന്ന് നമ്മൾ മനസ്സിലാക്കും. അപകടത്തൊട്ട് തടയുന്ന ആരാ? അല്ലല്ലേ നമ്മളെ രക്ഷിക്കുന്നത്? ഒരു ആക്സിഡന്റ് ഒന്നും പടച്ചോലല്ലേ നമ്മൾ രക്ഷിക്കുന്നത്. പക്ഷെ ദർഗ പൈസ ഇടുമ്പോൾ അയാൾ ഉദ്ദേശം എന്താ? ഈ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആള് ഞാനിവിടെ പൈസ ഇടുന്നത് കാണുന്നുണ്ട്, എന്റെ മനസ്സ് അയാൾ അറിയുന്നുണ്ട്, എന്റെ തേട്ടം അയാൾ അറിയുന്നുണ്ട്, അതുകൊണ്ട് എന്നെ അപകടത്തിൽ നിന്ന് ഈ ദർഗയിലുള്ള ആര് രക്ഷപ്പെടുത്തും. ഇതാണ് അയാൾ മനസ്സിൽ. അല്ലാന്ന് അവര് പറയട്ടെ, ആത്മാർത്ഥമായിട്ട് അവര് പറയട്ടെ, ഇലാഹാണെന്നൊന്നും അവർ വിചാരിക്കില്ല. പക്ഷെ അവർ വിശ്വസിക്കുന്നുണ്ട്. എന്ത്? ഈ മഹാൻ എന്നെ കാണുന്നുണ്ട്, എന്നെ അറിയുന്നുണ്ട്. ഞാൻ ഈ കുഞ്ഞിപ്പള്ളി വിട്ടാൽ എന്റെ ഇനോവ ഒരു സ്ഥലത്തും അപകടപ്പെടൂല. അങ്ങനെ പെട്ടാൽ അയാൾ സംരക്ഷിക്കും. ഈ വിശ്വാസം അതാ അവിടെ ഇറങ്ങി പൈസ ഇടാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ മെനയാന്ന് എന്റെ നാട്ടിൽ ബാലുശ്ശേരിയിൽ രാവിലെ മോളെ സ്കൂൾ കൊണ്ടുപോയി വിട്ടു വരുമ്പോ ഞങ്ങളുടെ ടൗണിലൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലാണ് എല്ലാ വണ്ടിയും നിർത്തി പൈസ ഇടുക. ഹൈന്ദവരായ ആളുകൾ പൈസ ഇടുക. അപ്പൊ ഒരു പല്ല പൊട്ടൊക്കെ തൊട്ടൊരു ഹിന്ദു സഹോദരൻ ബസ് റോഡ് കുറുകെ ക്രോസ് ചെയ്ത് പോയിട്ട് അതിൽ പൈസ ഇടുമ്പോൾ അതിന്റെ അർത്ഥം എന്താ അറിയോ? ദാ ഞങ്ങൾ രാവിലെ യാത്ര പുറപ്പെടുകയാണ്, ഞങ്ങളെ ബസ്സിനൊരു അപകടവും പറ്റരുതേ, കാത്തോളണേ. ആ പൈസ ഇടൽ ഇബാദത്താണ്. അവിടെ ആരെയാണോ മുന്നിൽ കാണുന്നത് അവർക്കുള്ള ഇബാദത്താണ്. അള്ളാനെ മുൻനിർത്തി ഒരു ദരിദ്രനെ 10 റുപ്യ എടുത്താലോ, പടച്ചോനെ ഇതൊരു സദക്കയാണ് ഇതിനെ കാത്തോളണേന്നാണെങ്കിലോ, അത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. അത് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന മനസ്സോടുകൂടി ഗുരുവായൂരപ്പനാണ് കൊടുക്കണമെങ്കിൽ അത് അദ്ദേഹത്തിനുള്ള ഇബാദത്താണ്. ഇത് എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഗൗരവമായി നമുക്ക് നിർഭയത്വം ഉണ്ടാകണമെങ്കിൽ ഇപ്പൊ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്ക്. സത്യത്തിൽ മൂസാ നബിയുടെ സദസ്സിൽ വെച്ച് പാമ്പ് വടി നിലത്തിട്ടപ്പോൾ അത് പാമ്പായി എഴഞ്ഞു. ആസിയ ബീവിക്ക് മനസ്സിലായി ഇത് മുഅ്ജിസത്താണ്, ഇത് മനുഷ്യന് കഴിയുന്നതല്ല. ഇന്ത്യയിൽ നിന്ന് വരെ സാഹിറന്മാരെ കൊണ്ടുപോയിട്ടാണ് ഫിറഔൻ അവിടെ മൂസാ നബിയുടെ മുമ്പിൽ മേജിക് കാണിച്ച് 5000-ഓളം വരുന്ന സാഹിറന്മാർ, ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും സാഹിറന്മാർ വന്നു. ഇന്ത്യയിൽ നിന്ന് വരെ പ്രഗത്ഭരായ സാഹിറന്മാരുണ്ടായിരുന്നു എന്നാണ്, മാരണക്കാരുണ്ടായിരുന്നു, ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു എന്നാണ്. അവരൊക്കെ അവരുടെ കയറിട്ടപ്പോ പാമ്പായിട്ട് തോന്നി. മൂസാ നബിയുടെ വടിയിട്ടപ്പോ പാമ്പായി തോന്നല്ല, ഒറിജിനൽ പാമ്പായി. കുൻ ഫയഖൂൻ. വടിയിട്ടത് മൂസാ അലൈഹിസ്സലാമാണ്. മൂസാ നബിയുടെ കയ്യിലെ വടി നമുക്കൂടാ. ആ ഇടുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ്. കയ്യിലുള്ള വടി താഴെട്ടു, കയ്യിലുള്ള പേന താഴെട്ടു, കയ്യിലുള്ള കല്ല് താഴെട്ടു. പക്ഷെ കല്ല് താഴെ വീണപ്പോ അതൊരു ഉഗ്ര സർപ്പമാകണമെങ്കിൽ അഭൗതികമായ ഇടപെടൽ ഉണ്ടാകണം. മൂസാ നബി വടി നിലത്തിട്ടപ്പോ അത് പാമ്പായി. മൂസാ നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് തെളിയിക്കാനാണത്. ആ വടിയിട്ടത് പാമ്പാക്കിയത് മൂസാ അലൈഹിസ്സലാം അല്ല. കാര്യകാരണ ബന്ധത്തിന് അതീതമായി പടച്ചോനാണ് ആ വടിയെ പാമ്പാക്കുന്നത്.
ആ മൂസാ നബിക്ക് അത് പാമ്പാവെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഗൗരവമായി ആലോചിക്കുക. മൂസാ നബി എന്തിനെ പേടിച്ചോടിയത്? അവർ വടിയിട്ട് പാമ്പായപ്പോൾ മൂസാ നബി എന്തിനെ പേടിച്ചോടി? അഭിനയിച്ചതാ? നാടകം കളിച്ചതാ? അല്ല. ഈ വടി ഇക്കോലത്ത് പാമ്പാവുന്ന മൂസാ നബിക്ക് ഒരു ഉറപ്പില്ല, അല്ല പാമ്പാക്കിയാലല്ലാതെ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചെങ്കടലിന്റെ വക്കത്ത് വന്ന് നിൽക്കുകയാണ് മൂസാ നബി. ഇതൊക്കെ ഞാൻ നാടൻ ശൈലിയിൽ പറയുന്നത്. ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ ഒരു നാടൻ ശൈലിയിൽ പറഞ്ഞ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുമെന്ന് തോന്നിയോണ്ടാണ്. ഇതൊരു ക്ലാസ് പോലെ ആക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. മനുഷ്യരിത് പഠിക്കണം. നിങ്ങൾ നോക്ക്, ചെങ്കടലിന്റെ തൊട്ടടുത്ത് മൂസാ നബിയും അനുയായികളും, തൊട്ട് പിറകിൽ ഫിറൗനും കൂട്ടരും നിൽക്കുകയാണ്. എല്ലാവരും അറിയോ ഫിറൗനും കൂട്ടരും നിൽക്കുകയാണ്. അപ്പൊ മൂസാ നബിയുടെ കൂടെ ഉള്ളവർ പറയണെന്നറിയോ? പിടിച്ചത് തന്നെ മൂസ എന്നാണ്. കാരണം ഇനി വേറെ രക്ഷയില്ല. മൂസ, ഫിറൗന് നമ്മളെ പിടിച്ചത് തന്നെ. കാരണം കടല് കടന്നു പോകാൻ നമുക്ക് നീന്തറിഞ്ഞൂടാ, തോണിയില്ല, പാലില്ല, ഒന്നുമില്ല. ഫിറൗനാകട്ടെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു, ഇനി വേറൊരു മാർഗമില്ല. അപ്പൊ അവര് പറയുന്നത്, മൂസ പിടിച്ചത് തന്നെ, പിടിക്കപ്പെട്ടത് തന്നെ. സത്യത്തിൽ സമസ്തക്കാര വാദപ്രകാരം ഞാൻ ആത്മാർത്ഥമായി നിങ്ങളെ ഹൃദയത്തെ തട്ടി പറയാൻ എനിക്ക് ഇന്ന് വരുമ്പോൾ തോന്നിയ ഒന്നാണ് ഞാൻ പറയുന്നത്. അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുവരുന്ന തോന്നലുകൾ ചില മനുഷ്യന്മാർക്കൊക്കെ വിളിച്ചാകാം. നിങ്ങൾ നോക്ക്, നമ്മുടെ കാലഘട്ടത്തിൽ ഒരു വലിയുണ്ട് എന്ന് വിചാരിച്ചോ. ഈ തളിപ്പറമ്പിൽ ഒരു വലിയുണ്ട്, അയാളെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടി വീശിയാൽ മഴ പെയ്യും, ആ വടി വീശിയാൽ കടല് വളരും എന്നൊക്കെയാണെങ്കിൽ, ആ വടി വീശിയാൽ ശത്രു വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നൊക്കെയാണെങ്കിൽ, ആ ഔലിയാന്റെ കൂടെ ഇങ്ങനെ പോകുമ്പോ കൂടുള്ള ആളുകൾ ശത്രുക്കളെ കണ്ട് പേടിക്കോ? എന്തിന്? ഉസ്താദിന്റെ കയ്യിൽ വടിയില്ലേ, ഇൻഷാ അല്ലാ വടിയുണ്ട്, പലതും ഇവിടെ നടക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കുക. മൂസാ നബീന്റെ കൂടെയുള്ള ആളുകൾ മൂസാ നബീന്റെ കയ്യിലെ വടി കണ്ടിട്ടുണ്ട്. സത്യല്ലേ? കണ്ടിട്ടില്ലേ? മൂസാ നബിയെ വടി അടിച്ചുകൂടിട്ടോ കടല്, ഇതാ ഫിറോൻ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അനുയായികൾ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ആ അനുയായികൾ എന്ന് പറഞ്ഞാൽ ആരാ? ഓലൊക്കെ ഔലിയാക്കളല്ലേ? മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച മൂസാ നബിയുടെ സഹാബികളല്ലേ? മൂസാ നബിയുടെ സഹാബികളല്ലേ? ആ സഹാബികൾ പറഞ്ഞു, എടാ പേടിക്കണ്ട. അവര് പറഞ്ഞ എന്താ? പിടിക്കപ്പെട്ടത് തന്നെ മൂസ എന്നാണോ? അപ്പൊ എന്താ കൂട്ടുകാർ പറയുന്നത്? എന്താ പണ്ടൊരു കഥ, മൂസാ നബീന്റെ കയ്യിലെ വടി ചെങ്ങായി അടിച്ചാ കടല് പടരിച്ച് എന്താ വിചാരിച്ചേ? മൂസാ നബി ആരാന്ന് അജ്ജ് വിചാരിച്ചേ? മൂസാ നബീന്റെ കയ്യിൽ വടി ഉണ്ടായിരിക്കെ ജി ഫിറൗനെ പറഞ്ഞ് പേടിപ്പെടുത്തേ എന്നല്ലേ അവര് ചോദിക്കണ്ടേ? അവർക്ക് അറിഞ്ഞുകൂടാ. അത് ആ സഹാബത്തിൽ അറിഞ്ഞുകൂടാ ആ വടിക്ക് എങ്ങനെ ഒന്നുണ്ട്. മൂസാ നബിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന മഅ റബ്ബി സയഹ്ദീന. വടി അടിച്ചാ കടല് പെള്ളുന്നാണെങ്കിൽ മൂസാ നബി എന്താ പറയേണ്ടത്? പേടിക്കണ്ടോ, എന്റെ കയ്യിൽ വടി ഉണ്ട് എന്നല്ലേ പറയേണ്ടത്? നമ്മളാണേ അതല്ലേ പറയാ, പേടിക്കണ്ട, വണ്ടീന്റെ ചാവി എന്റെ അടുത്തുണ്ട്. ഒരു വണ്ടി ഉണ്ട്, പക്ഷെ ചാവി ഉണ്ടോ? ആ വണ്ടിന്റെ അൽഹംദുലില്ലാ. വീട്ടുകാർ വീടൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ചാവി എന്റെ അടുത്തുണ്ടല്ലേ ഇനി നമ്മൾ സാധാരണ ചോദിക്കൂ. അതുപോലെ തന്നെയാണല്ലോ ഒരു ഔലിയന്റെ കയ്യിലെ വടി അയാൾ വിചാരിച്ച എന്തു ആകാമെങ്കിൽ ആ വടിയുള്ള ഔലിയന്റെ കൂടെ പോകുന്ന ആളുകൾ പേടിക്കുവോ? എന്തിനാ പേടിക്കുന്നത്? മൂസാ നബീന്റെ കയ്യിലെ വടിയുള്ളപ്പോ എന്തിനാ നമ്മൾ പേടിക്കുന്നതെന്നല്ലേ അവർ ചോദിക്കുക. മൂസാ നബി അവരോടും ചോദിക്കേണ്ട എന്താ? നിങ്ങൾ എന്തിനാ ബേജാറാണ്? വടിയില്ലേ, നോയിക്കോളി, ഫിറോൻ ഇപ്പം മുക്കി കുളുകുളു കുളുകുളു കുക്കുളു ആവും, കണ്ടോളി എന്നല്ലേ പറയണ്ട്. മൂസാ നബി, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. അപ്പൊ അള്ളാഹ് വഹി ഇറക്കുകയാണ്, മൂസാ കയ്യിലെ വടി കൊണ്ടടിച്ചോ. സത്യല്ലേ? 12 ഉറവ വെള്ളമുണ്ടാക്കി അല്ലേ? അതും മൂസാ നബിക്ക് അറിയോ? വടി അടിച്ചാ ഈ കല്ല് വളരും? ഇല്ല. മൂസാ നബിനോട് വടി കൊണ്ടടിച്ചോ. അതുവരെ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അറിയോ? കലീമുല്ലാഹി മൂസ 9 മുഅ്ജിസത്ത് അള്ളാഹു അദ്ദേഹത്തിലൂടെ പ്രകടിപ്പിച്ചില്ലേ? ഇനിയെങ്കിലും ഞാൻ ഈ തളിപ്പറമ്പിലൊക്കെ ഉള്ള എത്രയോ സ്ഥലത്ത്, ഞാൻ ഇവിടെയും പ്രസംഗിച്ചാൽ മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഈ സ്ഥലത്തിന്റെ ഇവിടെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കണം. ഇവിടെയും അവിടെയൊക്കെ നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ എന്തിനാ തർക്കിച്ച് കാലം കഴിച്ചു കൂട്ടുന്നത്? അള്ള തന്ന വായു, അള്ള തന്ന വെള്ളം, എല്ലാം അള്ള തന്നതല്ലേ? ആ അള്ളാനോടുള്ള ഏറ്റവും വലിയ നന്ദിയല്ലേ അള്ളാന്ന് വിളിക്കല്? എനിക്കൊരു മൂത്തമ്മ ഉണ്ടായിരുന്നു, കാരന്തൂർ മർക്കസിന്റെ തൊട്ടടുത്തായിരുന്നു. ഞാനിത് പറയുന്നത് എന്തിനറിയോ? എന്റെ മൂത്തമൊക്കെ മരിച്ചത് ശിർക്കിലായിക്കൊണ്ടാണ്. അതുകൊണ്ട് മൂത്തമ്മന്റെ ഒന്നും മയ്യത്ത് ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഇത് ഞാൻ വെറുതെ പറയല്ല. എന്റെ മൂത്തമ്മങ്ങളൊന്നും ആലോചിച്ച് നോക്ക്. എന്റെ സ്വന്തം മൂത്തമ്മ ജീവിതത്തിൽ അള്ളാന്ന് വളരെ കുറച്ചേ വിളിച്ചിട്ടുള്ളൂ. അത് നിസ്കരിക്കുന്ന സമയത്ത് ആ തക്ബീറിൽ മാത്രം, അല്ലാത്ത സമയത്തൊക്കെ മൊയ്തീൻ ശൈഖേ മമ്പറം തങ്ങളെ എന്നാ വിളിക്കുക. കാരണം മൂത്തമ്മന്റെ മോന് സാമ്പത്തിക രംഗത്ത് പ്രയാസം ഉണ്ടായപ്പോ ഈ മൂത്തമ്മ പറയും, മോനെ ഇജ്ജൊന്ന് തങ്ങളെടുത്ത് പോയി നോക്ക്. അപ്പൊ മൂത്തമ്മന്റെ മോനെ കുറച്ചൊക്കെ നമ്മുടെ പ്രസവം കേൾക്കുന്ന ആളാ. അപ്പൊ പറഞ്ഞു, ഉമ്മ അള്ള വിചാരിച്ചാലല്ലാണ്ട് എന്റെ പ്രതിസന്ധി ദൂരീകരിക്കാൻ കഴിയില്ല. എന്റെ ഒരു ഒലക്കമ്മല അള്ള ഇജ്ജ തങ്ങളെടുത്ത് ചെല്ലുന്നു. എന്റെ മൂത്തമ്മ പറയാ, അങ്ങനെ മരിച്ചയാളാ എന്റെ മൂത്തമ്മൊക്കെ. എന്താ അവരൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാത്ത മനുഷ്യന്മാർ. കാരന്തൂർ മർക്കസിന്റെ അവിടെ ബാക്കിയുള്ളവരൊക്കെ ഉള്ളത്. ഞാൻ അധിക കാലത്തും പോവും, അവരോടൊക്കെ സംസാരിക്കും. അവിടെ നിന്നൊക്കെ അടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ നാട്ടിലൊക്കെ. എന്താ കാരണം? തൗഹീദിലേക്ക് നമ്മൾ അവരെ ക്ഷണിക്കുന്നത് കൊണ്ടാണ്. എന്തോ ഒലക്കമ്മല അള്ളാന്നാണ് ചോദിക്കുന്നത്. നോക്ക്, നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് നിസ്കരിക്കുന്ന മൂത്തമ്മയാണ് ചോദിക്കുന്നത്. മക്കളെ ജീവിതത്തെ കഴിച്ചിട്ടില്ലാത്ത മൂത്തമ്മയെ ചോദിക്കുന്നത്. കാരണം ഉസ്താദുമാർ അള്ളാഹിനെ പറ്റി അങ്ങനെ പഠിപ്പിച്ച്, അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി അള്ളാഹിനെ പറ്റി പഠിപ്പിച്ച എന്താ?
അത് ലോക്കൽ KSRTC ബസ് പോലെയാണ് അള്ളാഹ്. ലോക്കൽ KSRTC ബസ് പോലെയാണ് മൊയ്തീൻ ഷെയ്ഖ് BMW പോലെയാണ്, ബെൻസ് പോലെയാണ്. എന്താ അള്ളാഹിനോട് ചോദിച്ചാല് ഈ കുഴിയിലൊക്കെ ഇറങ്ങി കട്ടവണ്ടി പോകുന്ന KSRTC പ്രശ്നം എന്താ വെച്ചാല് അതിന് കേടെന്ന റീഫണ്ട് ഇല്ല. പിന്നെ അടുത്ത ബസ് 30 ദിവസം കഴിഞ്ഞിട്ടാ വരുന്നെങ്കിൽ റൂട്ടിൽ നിന്നോളുക. അത്ര ലോക്കലാണ് പടച്ചോന്നാണ്. അമ്പലക്കട അബ്ദുൽ ഹമീദ് ഫൈസി ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ആളാ. അയാൾ പോലും പ്രസംഗിക്കുന്ന എന്താ, നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചാൽ വലിയ പ്രതീക്ഷ ഒന്നുമില്ല, മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിച്ചാൽ വായ പൂടുന്നതിന് മുമ്പ് കിട്ടും. അങ്ങനല്ലേ? വല്ലേ നീലെത്തിയെന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തിരം ചെയ്യും ഞാനെന്നോ പറഞ്ഞ. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് എന്നെ വിളിച്ചാലും എന്റെ വായ പൂടുന്നതിന് ഉത്തരം ചെയ്യും. അല്ല പറഞ്ഞതോ വക്കാല റബ്ബുക്കും ദൂനി യസ്തജിബു ലക്കുന്ന. അല്ല പറയണ നിങ്ങളെ വിളിച്ചോട് ഉത്തരം ചെയ്യുന്നു, വായ പൂടുന്നതിന് മുമ്പ് ചെയ്യുന്ന അല്ല പറഞ്ഞോ. അള്ളാഹിനേക്കാൾ വലുത് മൊയ്തീൻ ഷെയ്ഖായി. കണ്ടോ? ഈ വിശ്വാസത്തിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ സുഹൃത്തുക്കളെ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് വെറുതെ പറയില്ല, ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങൾ നോക്ക്, അന്ധവിശ്വാസം നമ്മളെ കൊണ്ടെത്തിക്കുന്ന അനവധി മേഖലകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഒക്കെ ഒരു ധാരണ എന്താണെന്നറിയോ? എന്താ ധാരണ എന്ന് വെച്ചാൽ തങ്ങന്മാരും ബീവിമാരും ഒക്കെ നമ്മളെ രക്ഷപ്പെടുത്തൂലേ, അവരൊക്കെ നമുക്ക് ഷഫാഅത്ത് ചെയ്യില്ല, അവരുടെയൊക്കെ അതൊക്കെ നമുക്ക് കിട്ടില്ലേ, അവരുടെ ശുപാർശയൊക്കെ നമുക്ക് ലഭിക്കില്ലേ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ച അങ്ങനെയാണ്. ഈ മഹാന്മാരായ ആളുകൾ അള്ളാന്റെ അടുത്ത് ഞങ്ങൾക്ക് ശുപാർശ നൽകും. ആ വിശ്വാസം ശരിയല്ലെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് യൂനിസിലെ 18-ാമത്തെ വാചകത്തെ പഠിപ്പിച്ചത്. അതെ, മാത്രമല്ല അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന തഖദു മിൻ ദൂനിഹി യൗലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാന. ഈ മഹാന്മാര് അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നു, ഈ മഹാന്മാര് പടച്ചോനിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഏറ്റവും അതായത് നീതിയുടെ ഒരു പ്രത്യേകത ഇതിലുണ്ട്, ഈ വിഷയത്തിലൊരു നീതിയുണ്ട്. അതെന്താ? അള്ളാഹു എങ്ങാനും ഗ്രൂപ്പ് നോക്കി, നാട് നോക്കി, നഗരം നോക്കി, പണക്കാരെ നോക്കി, ഗോത്രം നോക്കി വിധിക്കുന്നവനായിരുന്നെങ്കിൽ പടച്ചോന്റെ കോടതിയിൽ നമുക്ക് എന്ത് നീതിയുള്ളത്? ശരിക്കും മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ നിർഭയത്വം ആഖിറത്തുള്ളത് കൊണ്ടല്ലേ? ഇവിടെ അനീതിക്കിരയായാലും അവിടെ ഒരു തരിമ്പും വലാ യുദ്ലിമു റബ്ബുക അഹദാ, നിന്റെ റബ്ബ് ഒരാളോടും അനീതി കാണിക്കില്ല എന്ന അള്ളാന്റെ വാക്കല്ലേ നമുക്ക്? നോക്കൂ, നിങ്ങൾ തങ്ങന്മാരെ കുടുംബത്തിൽ ജനിച്ചോലെ എന്ത് തെറ്റ് ചെയ്താലും സ്വർഗത്തിലാണെങ്കിൽ, ഒരു സാധാരണക്കാരൻ എന്ത് നന്മ ചെയ്താലും നരകത്തിലാണെങ്കിൽ, ആ പരലോകത്തിൽ നമുക്ക് എന്ത് വിശ്വാസമുള്ളത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലുള്ളയാണ്, അള്ളാന്റെ കൂട്ടുകാരൻ. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം എന്ന് പറഞ്ഞ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നിങ്ങൾ ആലോചിച്ചു, ഇബ്രാഹിം നബി ആഖിറത്തിൽ വരുമ്പോ ഇബ്രാഹിം നബിന്റെ ബാപ്പ യാ ബതി യാ ബതി യാ ബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക് ഫത്തബീനി അഹദിക സിറാതൻ സവിയാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട അച്ഛ, എനിക്ക് അല്ലാഹുവിൽ നിന്ന് ദിവ്യബോധനം ലഭിച്ചിട്ടുണ്ട്. ആ ദിവ്യബോധനം അനുസരിച്ച് സ്വർഗത്തിന്റെ പാന്താവിലേക്ക് നിങ്ങളെ ഞാൻ നയിക്കാം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടും ലഅർജുമന്നക വഹ്ജുർനി മലിയ, ഞാൻ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും ഇബ്രാഹിം, ഈ നാട് വിട്ടുപോയിക്കോന്നല്ലേ പ്രസംഗിച്ചത്? അല്ലേ? അങ്ങനെയൊക്കെ പ്രസംഗിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പാനെ ആഖിറത്തിൽ വെച്ച് കാണുമ്പോ ആ ബാപ്പ നരകത്തിലേക്ക് എറിയപ്പെടുന്നതാണ് സഹീഹുൽ ബുഖാരിയിൽ പറയുന്നത്. ഇബ്രാഹിം നബിന്റെ ഒപ്പം നരകത്തിലേക്ക് എറിയപ്പെടുന്നു, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന്. സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നിർഭയത്വമുള്ള നമ്മൾ അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. ഒരാളുടെ പാപഭാരവും മറ്റുള്ള ആൾ ചുമക്കില്ല. എന്താണോ നമ്മൾ ചെയ്ത അതേ നമുക്കുണ്ടാവുള്ളൂ. ഒരാളും നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടാവില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഹിൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. അവിടെ പറയുന്നെന്തറിയോ? ബാപ്പ മക്കൾക്ക് കൂട്ടില്ലാത്തൊരു ലോകം, മക്കൾക്ക് ബാപ്പാക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ലോകം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ മക്കൾക്ക് അസുഖമായാൽ ബാപ്പ മോന്റെ തലയാണന്റെ തലന്റെ അടുത്ത് പോയി നിൽക്കും, മോനെ ഇപ്പൊ ക്ഷീണുണ്ടോ, എന്റെ കുട്ടിക്ക് വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ബാപ്പ ഉറങ്ങാതെ മോന്റെ അടുത്ത് നിന്നിട്ട് ഉറക്കം തൂങ്ങുമ്പോൾ പറയൂ പെച്ചി ഉറങ്ങിക്കോളിയെന്ന്. ഇല്ല മോനെ, നിനക്ക് സുഖമില്ലാത്തതുകൊണ്ടാട്ടോ പെച്ചി ഉറക്കം. അങ്ങനെ സ്നേഹിക്കുന്നവരാണ് ഉപ്പ മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ. ആ ബാപ്പാനെ വിട്ടിട്ട് മക്കൾ ഓടുന്ന ദിവസം, മക്കളെ വിട്ടിട്ട് ഉപ്പ ഓടുന്ന ദിവസം. ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്ന മകനെ വിട്ട് ബാപ്പ ഓടുവോ? ആക്സിഡന്റ് പറ്റി കിടക്കുന്ന വാപ്പാനെ വിട്ടിട്ട് മകൻ ഓടി രക്ഷപ്പെടുവോ? ദുനിയാവില്
പക്ഷേ ആഖിറത്തിൽ ബാപ്പാനെ തിരിഞ്ഞു നോക്കൂലാന്ന്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടണം. അള്ളാനെ മാത്രം. മുജാഹിദുകൾ നിങ്ങൾ നോക്ക്, എന്തന്യായ ഞങ്ങളോട് ചെയ്തത്? പ്രിയപ്പെട്ട സമസ്തക്കാർ, വായു തന്ന അള്ളാനെ വിളിക്കണമെന്നല്ലേ ഞങ്ങൾ? മൊയ്തീൻ ഷെയ്ഖ് നമുക്ക് വായു തന്നിട്ടുണ്ടോ? വെള്ളം തന്നിട്ട് ഒരു വായു ഗുളിക പോലും തന്നിട്ടുണ്ടോ മൊയ്തീൻ ഷെയ്ഖ്? ഈ തളിപ്പറമ്പുകാർക്ക് മൊയ്തീൻ ഷെയ്ഖിനെ കൊണ്ട് സഹായം കിട്ടി ആരെങ്കിലും ഈ ഭൂമുഖത്തുണ്ടോ സുഹൃത്തുക്കളെ? അദ്ദേഹത്തിന്റെ മരണശേഷം ജീവിതകാലത്ത് അദ്ദേഹം നോക്കൂ, അദ്ദേഹത്തിന്റെ വയലിലൂടെ 1,00,000 ആളുകൾ ഇസ്ലാം, 1,00,000 ഫാജിറായിട്ടുള്ള ആളുകൾ തസ്കിയത്ത് കിട്ടി നന്നായിട്ടുണ്ട്. 5000-ഓളം ആളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഗുണമാണ്, അതിൻ്റെ ഒക്കെ പ്രതിഫലം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം ലോകത്ത് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ബഗ്ദാദിലെ ദർഗങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ബഗ്ദാദിൽ വീണത്ര ബോംബ് ദുനിയാവിൽ വേറെ എവിടെയും വീണിട്ടുണ്ടോ? ഒരൊറ്റ ബോംബ് തിരിച്ചുവിടാൻ കഴിഞ്ഞു. ഇത് എങ്ങനെ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. മൊയ്തീൻ ഷെയ്ഖിന്റെ ഖബറിന്റെ പരിസരത്ത് പോലും ബോംബ് വീണാൽ ശരിക്കും ആ ബോംബ് വീഴുന്നതിന് മുമ്പ് തിരിച്ച് സദാം ഹുസൈന്റെ വൈറ്റ് ഹൗസിലല്ല, അവിടെ മറ്റേ അമേരിക്കന്റെ വൈറ്റ് ഹൗസിലല്ലേ പോയി വീണ്ടത്? കാരണം അവിടെ നിന്നല്ലേ ഇതൊക്കെ തൊടുത്തു വിടുന്നത്, അവിടുത്തെ നിയന്ത്രണത്തിലല്ലേ ഇതൊക്കെ. ഒരെണ്ണം അങ്ങോട്ട് തിരിച്ചു പോയോ? ഈ ദർഗന്റെ കഴിയില്ല. എന്താ മനുഷ്യരെ, നമ്മൾ എന്നും നേരം വിളിക്കും സുഹൃത്തുക്കളെ. വാശും വൈരവും മനുഷ്യനെ, ഇതൊക്കെ എന്താ അറിയോ, ഇതൊക്കെ അപ്പുറത്തുനിന്നോ മൊബൈൽ റെക്കോർഡ് ചെയ്ത് ആരെയാ കൊണ്ടുവരേണ്ടതെന്ന് ഇപ്പൊ തന്നെ മീറ്റിംഗ് കൂടുകയൊക്കെ ചെയ്യുക ആളുകൾ. എന്നാ ഈ പറയണയിൽ വല്ല കയമ്പും ഉണ്ടോ? അത് ആലോചിക്കുക. ജീവിതത്തിന്റെ ഏതെങ്കിലും, എനിക്ക് അത്ഭുതം തോന്നി 2 രംഗം ഞാൻ പറയട്ടെ നിങ്ങളോട്. ഇസ്ലാമികമായി 2 രംഗം. ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തി. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. മുജാഹിദുകളോടും ആയത്ത് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. സമസ്തക്കാരോടും ആയത്ത് പറയണം. റസൂലുള്ളാഹി ഇസ്തിഗാസ നടത്തി, സഹായം തേടി. ആരോട്? അള്ളാഹിനോട്. അപ്പൊ അള്ളാഹ് പറയാണ്, 1000 മലക്കുകളെ തുടരെ അയച്ച് ഞാൻ നിങ്ങളെ സഹായിക്കും. നേരെ മറിച്ച് അള്ളാഹ് ശരിക്കും എന്താ വേണ്ടത്? 1000 മലക്കുകളെ തുടരെ അയച്ച് ബദറിൽ സഹായിക്കുന്നു. മലക്ക് സഹായിക്കുന്നു വിശ്വസിച്ചാൽ ഷിർക്കാന്ന് അപ്പൊ ഒരു വിഭാഗം മുജാഹിദുകൾ വിശ്വസിക്കുന്നത്. റസൂലുള്ള പ്രാർത്ഥിച്ച എന്താ? അള്ളാഹിനോട് സഹായം തേടി പള്ള പറയാ, നിങ്ങളെ സഹായിക്കാൻ ഞാൻ 1000 മലക്കുകൾ അയക്കുന്നുണ്ട്. മലക്ക് സഹായിക്കുന്നു വിശ്വസിച്ചാൽ മുശ്രിക്കായി. മടവൂർ വിഭാഗം. ആലോചിച്ച് നോക്കണം നിങ്ങള്, നല്ലോണം ആലോചിച്ച് നോക്കണം. അള്ളാഹ് സൂറത്ത് അൻഫാലിലെ 9 പറയണ എന്താണ്? മലക്കിനെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കും. അള്ളാഹ് ശിർക്ക് ചെയ്യിപ്പിക്കോ? മലക്ക് മനുഷ്യനെ സഹായിച്ചാൽ അത് ശിർക്കാകുമെങ്കിൽ അപ്പണി അള്ളാഹ് എടുക്കുവോ? നബിയെ നിങ്ങൾ സഹായം ചോദിച്ചല്ലോ, ഇതാ ഞാൻ മലക്കുകളെ കൊണ്ട് സഹായിക്കുന്നു എന്ന് അള്ളാഹു. ഒന്ന് ആലോചിച്ച് നോക്കുകള്. മലക്ക് സഹായിക്കുന്ന നബി വിശ്വസിച്ചാൽ നബി മുശ്രിക്കായി. സലാം സുല്ലമി പറയാൻ, മർക്കസ് ദഅവ ആസ്ഥാനമായി പ്രവർത്തിച്ചവർ പറയാൻ, ഹുസൈൻ മടവൂരിന്റെ കൂടെയുള്ളവർ പറയാൻ, CP ഉമർ സുല്ലമിന്റെ കൂടെയുള്ളവർ പറയാൻ. അതുകൊണ്ടാ ഓല് എതിർത്ത്. അല്ലാണ്ട് മുജാഹിദ് പ്രസ്ഥാന ഐക്യത്തെ എതിർത്തല്ല. ഓല് ഇസ്ലാമിക വിശ്വാസം ജനങ്ങളെ, യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസികൾ ഓല് മുശ്രിക്കാക്കി. അതാണ് ഓലെ പ്രശ്നം. അത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. അതാ അപകടം. അതാ ഞങ്ങൾ പറയുന്നത്. അതാ മരുമിന് ശേഷം ഇവിടെ വിരിക്കുക. നിങ്ങൾ ആലോചിച്ചു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ടു. ഇബ്രാഹിം നബിനെ തീക്കുണ്ടാരത്തിലേട്ടൊക്കെ മലക്കുകൾ വന്നിട്ട് ചോദിച്ചു, ഞങ്ങളെ സഹായം വേണോ? ഏയ് മലക്ക് സഹായിക്കുന്നു വിശ്വസിച്ചാൽ ഞാൻ മുശ്രിക്കാവും, നിങ്ങളെ പണി നോക്കിക്കോളിന്ന് പറഞ്ഞ്. അല്ല, ിന്റെ റബ്ബിന്റെ സഹായം മതി, തൽക്കാലം നിങ്ങളെ സഹായം ആവശ്യമില്ല. മലക്ക് സഹായിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കാകുമെങ്കിൽ ഇബ്രാഹിം നബി എന്താ പറയേണ്ടത്? നിങ്ങൾ സഹായിക്കുന്നു ഞാൻ വിശ്വസിച്ചാൽ. ഇനി മലക്ക് സഹായത്തിന് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അള്ളാന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ വരിക എന്നാ. സത്യമാണല്ലോ. അള്ളാഹ് ശിർക്കിന് പറഞ്ഞേക്കോ? ഇബ്രാഹിം നബിനെ സഹായിക്കുക വഴി ഇബ്രാഹിം നബിനെ മുശ്രിക്കാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരിയെന്ന് മലക്കുകളോട് പറയോ? അതുകൊണ്ട് നല്ലോണം ആലോചിക്കുക, നല്ലവണ്ണം ആലോചിക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളോടും പറയാൻ, വാശിയും വൈരും ഒരിക്കലും നമ്മളെ സ്വർഗത്തിലെത്തിക്കൂല സുഹൃത്തുക്കളെ. നല്ലോണം ചിന്തിക്കുക, ഓരോന്ന് കേട്ട് ചിന്തിച്ച് പഠിക്കുക. ഒരു വാചകം ചിന്തിച്ചാ പോരെ നിങ്ങൾക്ക്? ഒരു വാചകം. മറിയം ബീവിക്ക് അള്ളാഹു ഭക്ഷണം ഇറക്കി കൊടുത്തത് പലതവണ കണ്ട ആളാണ്. ആ ഭക്ഷണം അവരുടെ അടുത്ത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് ഇറക്കി തന്നാണെന്നാണ് മറിയം ബീവി പറയുന്നത്. ഒരിക്കൽ പോലും സക്കറിയ നബി അതുകൊണ്ട് കറാമത്തുണ്ട് മറിയം ബീവിക്ക് എന്നാണ്, കറാമത്തുള്ള മറിയം ബീവിനോട് തേടിയില്ല. കാരണം മറിയം ബീവിയുടെ കഴിവല്ലാതെ കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി പടച്ചോൻ ഇടപെട്ടാത്. അതുകൊണ്ട് ആ പടച്ചോനോട് ഹുനാലിക ദഅ സക്കറിയ നബി അവിടെ വെച്ച് തേടി. ആരോട്? റബ്ബിനോട്. മറിയമിനോടല്ല തേടിയത്. കറാമത്ത് ആരിലൂടെയാണോ പ്രകടിപ്പിക്കപ്പെട്ടത് ആ മറിയം ബീവിയോടല്ല തേടിയത് എന്ന് ഖുർആൻ പറയാൻ കാരണം. അതുകൊണ്ട് മരിമിന് ശേഷം അബ്ദുൽ മാലിക് സലഫിയുടെയും ബഹുമാനായ CP സലീം സാഹിബിന്റെയും പ്രൗഢമായ വിഷയാവതരണങ്ങൾ ഉണ്ടാവും. ഞാനിത് ശാന്തമായി നിങ്ങളോട് പറയുന്നത് മൗനികളായി. وجوه يومئذ ناظرة إلى ربها ناظرة ووجوه يومئذ باسرة
സൂറത്ത് ഖിയാമയിൽ പറയാൻ, അന്ന് ചില മുഖങ്ങൾ കറുത്തു പോകും. ആ മുഖം കറുത്തവരായി അള്ളാനെ കണ്ടുമുട്ടുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. ക്ഷീണിച്ചവരായി, പൊടിപുരണ്ടവരായി, അധ്വാനിച്ചവരായി, നെറ്റിത്തടത്തിൽ വിയർപ്പുള്ളവരായി ആഖിറത്തിൽ അവർ വരും. പക്ഷേ അവർ നരകത്തിലായിരിക്കുന്നാണ് അള്ളാഹ് പറയുന്നത്. അങ്ങനത്തെ ഒരവസ്ഥ നമുക്ക് വരരുത്. അതുകൊണ്ട് വിശ്വാസത്തിൽ ദുൽമ കലരാതെ, ഈമാനിൽ ദുൽമ കലരാതെ നിർഭയത്വത്തോടുകൂടി ജീവിക്കണമെങ്കിൽ പ്രമാണമനുസരിച്ച് ജീവിക്കണം. സുഹൃത്തുക്കളെ, സർവശക്തനായ അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിലും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.